ഈ അടുത്തിടെയായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് അന്വേഷണ ഏജൻസികൾ ചമഞ്ഞ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളത്. ശരിയാണ്, നമ്മൾക്ക് മെസ്സേജുകൾ വഴിയും കോളുകൾ വഴിയും ഒരുപാട് അൺനോൺ കോൾസും മെസ്സേജുകളും വരുന്നുണ്ട്. അതിനൊന്നും യാതൊരു കാരണവശാലും നമ്മൾ റിപ്ലൈ ചെയ്യരുത്. അപ്പോൾ എന്തായാലും കേരള പോലീസ് തന്നെ പറയുന്നുണ്ട്, കേരള പോലീസിൽ ഒരിക്കലും ഭീഷണിപ്പെടുത്തി പണം കൈമാറാൻ ആവശ്യപ്പെടുകയില്ല. അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വീഡിയോ കോൾ വഴി അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യണോ, ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയില്ല. കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്നല്ല, ഒരു അന്വേഷണ ഏജൻസികളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ബാങ്ക് അക്കൗണ്ടിൻ്റെ പണം പരിശോധനയ്ക്കായി അയച്ചു തരാനോ മറ്റോ ആവശ്യപ്പെടുകയോ OTP ചോദിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും കൈമാറരുത്. അതുപോലെ അടിയന്തര ഘട്ടത്തിൽ പോലീസിൻ്റെ സഹായം ആവശ്യമാണെന്ന് വന്നു കഴിഞ്ഞാൽ മടിക്കണ്ട, ഉടനെ വിളിക്കുക 112 എന്ന നമ്പറിലേക്ക്. അതുപോലെ തന്നെ സൈബർ കുറ്റകൃത്യത്തിന് ഇരയാണെന്ന് തോന്നുകയാണെങ്കിൽ വൈകിക്കരുത്, ഉടനെ വിളിക്കേണ്ട നമ്പർ 1930. അതുപോലെ അവരുടെ വെബ്സൈറ്റ്